Hi friends, welcome to Geotechnical Engineering 2. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5th സെമിസ്റ്ററിലുള്ള GT2 എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ്. അതിൽ മൊഡ്യൂൾ 1 ആണെന്ന് നോക്കുന്നത്. അതിൽ തന്നെ എർത്ത് പ്രഷറും റാങ്കിൻസ് ആൻഡ് കോളം വെഡ്ജ് തിയറിയാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ ഏതൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളത് നോക്കാം. രണ്ട് പാർട്ടായിട്ടാണുള്ളത്. ഒന്ന് എർത്ത് പ്രഷറും ഒന്ന് ഫൗണ്ടേഷനും. എർത്ത് പ്രഷർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷൻ പഠിക്കാനുണ്ട്, 3 കേസസും പിന്നെ 2 തിയറീസ് വരുന്നുണ്ട്. അതിലൊന്ന് റാങ്കിൻസ് എർത്ത് പ്രഷർ തിയറിയും രണ്ടാമത്തത് കൊളംബ് വെഡ്ജ് തിയറിയാണ്. അതിൻ്റെ ഡെറിവേഷൻ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. അതിൻ്റെ ഇക്വേഷൻസ് പഠിക്കണം, ഫോർമുലാസ്, ഇക്വേഷൻസ് മീൻസ് ഫോർമുലാസ് പഠിക്കണം, ന്യൂമറിക്കൽ പ്രോബ്ലംസ്, പിന്നെ 2 തിയറി ആയിട്ടുള്ള കമ്പാരിസൺ. ഇത്രയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, പിന്നെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, പിന്നെ ഡിഫറെൻറ്റ് കേസസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം, എർത്ത് പ്രഷർ. ഓക്കെ, പിന്നെ അതിൻ്റെ തിയറി പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് എർത്ത് പ്രഷർ? എർത്ത് പ്രഷർ വരുന്ന കേസസ് എന്ന് പറയുന്നത് നമുക്ക് വാട്ടർ ബേസ്ഡ് സ്ട്രക്ചേഴ്സിലാണ് പ്രധാനമായിട്ടും എർത്ത് പ്രഷർ വരുന്നത്. ഈ എർത്ത് പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നെ അറിയാം, വാട്ടർ ബേസ്ഡ് സ്ട്രക്ചേഴ്സ് ഒക്കെ നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് അതിൻ്റെ ഡിസൈനും പിന്നെ അനാലിസിസും ഒക്കെ വളരെ കെയർഫുള്ളായിട്ട് ചെയ്ത് മാത്രമേ അത് നിർമ്മിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം അവിടെ വരുന്ന, അതായത് നിങ്ങൾക്ക് അറിയായിരിക്കും, റീറ്റെയിനിങ് വാള്, ഒന്ന് റീറ്റെയിനിങ് വാള്, പിന്നെ ഫൗണ്ടേഷൻസ്, അണ്ടർഗ്രൗണ്ട് എക്സ്കവേഷൻസ്, ഇത്രയും കേസസിലാണ് നമ്മൾ എർത്ത് പ്രഷർ വരിക. ഓക്കെ, അപ്പോൾ എർത്ത് പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സോയിലിൽ പോയിട്ട് സോയിൽ എക്സ്കവേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ബാക്കി വരുന്ന, അതായത് നമ്മൾ ഓൾറെഡി നമ്മളുടെ നാച്ചുറൽ ആയിട്ടുള്ള സോയിലിനെ, എർത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഗ് ചെയ്തിട്ട് എക്സ്കവേറ്റ് ചെയ്തിട്ട് സോയിലൊക്കെ പുറത്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ സോയിൽ പുറത്തെടുത്ത് കഴിഞ്ഞാൽ അവിടെ എന്താകും, വലിയൊരു എക്സ്കവേഷൻ ആണ് ഉണ്ടാവുക, വലിയൊരു കുഴി പോലെയാണ് ഉണ്ടാവുക. അതിന് ചുറ്റുമുള്ള സോയിലിനെ നമ്മൾ എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്ത് നിർത്തണം, അല്ലേ? നമ്മൾ വലിയൊരു ഭാഗമാണ്, ആ സോയിലിന്റെ വലിയൊരു ഭാഗമാണ് എക്സ്കവേറ്റ് ചെയ്ത് പുറത്തേക്ക് എടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ചുറ്റുമുള്ള സോയിലിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തണം നമ്മൾ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റീറ്റെയിനിങ് വാള്, വാട്ടർ ബേസ്ഡ് സ്ട്രക്ചേഴ്സ് ഒക്കെ നിർമ്മിക്കുന്നത്. ഓക്കെ, അപ്പം ഈ റീറ്റെയിനിങ് വാൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സോയിലിന് വേണ്ട സപ്പോർട്ട്, ലാറ്ററൽ സപ്പോർട്ട് കൊടുക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ് റീറ്റെയിനിങ് വാൾ പോലുള്ള സ്ട്രക്ചേഴ്സ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ റീറ്റെയിനിങ് വാള് എന്ന് പറയുന്നത് സോയിലിന് ലാറ്ററൽ സപ്പോർട്ട് കൊടുക്കുന്ന സ്ട്രക്ചർ ആണ്. അപ്പൊ ഈ ലാറ്ററൽ സപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് ആ സോയിൽ അല്ലെങ്കിൽ ആ എർത്തിൽ എന്തുണ്ടാകും, സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും, അല്ലെ? ആ സ്ട്രെസ് കാരണം ആ സോയിലിന് അല്ലെങ്കിൽ ആ എർത്തിന് ഉണ്ടാവുന്ന പ്രഷറിനെയാണ് നമ്മൾ എർത്ത് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഡെഫിനേഷൻ നിങ്ങൾ പഠിക്കണം, 3 മാർക്കിനൊക്കെ ചോദിക്കും, അതിന്റെ എക്സാമ്പിളും ചോദിക്കും. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചാൽ, the pressure exerted by the earth or soil on the structure by which it is retained is called earth pressure. When the slope of a soil mass surface is flatter than the safe slope, the soil mass is stable. ഇത്രയാണ് നിങ്ങൾ ഡെഫിനേഷൻ എഴുതേണ്ടത്. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, the lateral force exerted by soil on structures that retain it, such as retaining walls, foundations and underground excavations. Okay, ഇത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ്, impact their stability and load bearing capacity. load bearing capacity of the soil എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ലോഡ് താങ്ങി നിർത്താനുള്ള ആ ഒരു സോയിലിന്റെ കഴിവിനെയാണ് നമ്മൾ ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഇത്രയാണ് നിങ്ങൾ ഡെഫിനേഷൻ ചോദിച്ചാൽ എഴുതേണ്ടത്. 3 മാർക്കിന് ചോദിക്കും, അതിന്റെ എക്സാമ്പിളും എഴുതാം. മനസ്സിലായില്ലേ? ഇനി അടുത്തത് ഞാൻ പറഞ്ഞു റീറ്റെയിനിങ് വാൾ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്താണ് റീറ്റെയിനിങ് വാൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ഇവിടെ ഉള്ളത്. റീറ്റെയിനിങ് വാളിന് എന്തുണ്ടാകും, ഒരു സ്റ്റെം ഉണ്ടാവും, വെർട്ടിക്കൽ ആയിട്ട് നിർമ്മിക്കുന്ന അതിനെയാണ് നമ്മൾ സ്റ്റെം അല്ലെങ്കിൽ ആം ഓഫ് ദി വാൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ബോട്ടം പോർഷനിൽ 3 പാർട്ടാണുള്ളത്. ഒന്ന് ലെഫ്റ്റ് സൈഡിലുള്ളതിനെ നമ്മൾ ടോ എന്ന് പറയും, റൈറ്റ് സൈഡിലുള്ളതിന് ഹീൽ എന്ന് പറയും. അപ്പൊ ഈ ഹീലിനെക്കാട്ടിലും ലെങ്ത് കുറവായിരിക്കും എന്ത്, ടോ. അടുത്തത് കീ ആണ്, താഴേക്ക് വെർട്ടിക്കൽ പോർഷൻ, താഴേക്കുള്ള വെർട്ടിക്കൽ പോർഷൻ, അതായത് സോയിലുമായിട്ട്
വെർട്ടിക്കലി ടച്ച് ചെയ്യുന്ന ഭാഗത്തിനെയാണ് നമ്മൾ കീ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിസൈനൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാകും പോകെയുള്ള സെമിസ്റ്ററിൽ. ഓക്കെ. പിന്നെ ഈ ഗ്രൗണ്ട് ലെവലിൻ്റെ താഴെയാണ് എന്തൊക്കെ ഉണ്ടാവുക, ഈ ടോ, ഹീൽ, കീ എന്ന് പറയുന്ന പോർഷൻസും പിന്നെ സ്റ്റെമ്മിൻ്റെ ഒരു ചെറിയൊരു പോർഷനും നമ്മൾ ഗ്രൗണ്ട് ലെവലിൻ്റെ താഴെയാണ് ഉണ്ടാവുക. പിന്നെ റൈറ്റ് സൈഡിൽ എന്താണ്, ബാക്ക് ഫില്ല് അല്ലേ, ഇവിടെയാണ് നമ്മുടെ സോയിലിൻ്റെ പോർഷൻസ് ഉണ്ടാവുക. പിന്നെ മുകളിൽ സർചാർജ്. അപ്പോൾ ഈ റീറ്റൈനിങ് വാളിൻ്റെ മൂവ്മെൻറ്റിന് അനുസരിച്ചാണ് നമ്മുടെ ഈ എർത്ത് പ്രഷറിൻ്റെ കണ്ടീഷൻസ്, അതായത് ടൈപ്സ് ഓഫ് കണ്ടീഷൻസ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് വാൾ അറ്റ് റെസ്റ്റും, പിന്നെ വാൾ മൂവിങ് എവേ ഫ്രം ദി സോയിലും, തേർഡ് വൺ മൂവിങ് ദ വാൾ മൂവിങ് ടുവേർഡ്സ് ദി സോയിലും. അങ്ങനെ 3 കേസസ് ആണ് ഉള്ളത്. ഓക്കെ. ഇനി നമുക്ക് വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി എർത്ത് പ്രഷർ നോക്കാം. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ടൈപ്പ് ആൻഡ് എമൗണ്ട് ഓഫ് വാൾ മൂവ്മെൻറ്റ്. ടൈപ്പ് ആൻഡ് എമൗണ്ട് ഓഫ് വാൾ മൂവ്മെൻറ്റ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് നമ്മൾ ഷിയർ സ്ട്രെസ് പാരാമീറ്റേഴ്സ് ആണ്. ഇത് നിങ്ങൾ GT1 പഠിച്ചിട്ടുണ്ടാകും. ഷിയർ സ്ട്രെസ് പാരാമീറ്റേഴ്സ്. വാട്ട് ആർ ദി ഷിയർ സ്ട്രെസ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് കോയിഷനും ഒന്ന് ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷനുമാണ്. അതിനെ നമ്മൾ സിയും ഫൈയും ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ യൂണിറ്റ് വെയിറ്റ് ഓഫ് ദി സോയിൽ. നമുക്കറിയാം ഓരോ സോയിലിനും അതിൻ്റേതായിട്ടുള്ള യൂണിറ്റ് വെയിറ്റ് ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ടൈപ്സ് ഓഫ് ദി സോയിൽ അനുസരിച്ച് നമ്മൾ അതിൻ്റെ വാല്യൂ മാറും. സാൻഡിൻ്റെ യൂണിറ്റ് വെയിറ്റ് ആയിരിക്കില്ല ക്ലേക്ക് ഉണ്ടാവുക. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ നമ്മൾ പഠിച്ചതല്ലേ. അപ്പോൾ ഓരോ സോയിലിനും എന്തുണ്ടാകും, യൂണിറ്റ് വെയിറ്റ് മാറും. ഇനി പിന്നെ ഡ്രെയിനേജ് കണ്ടീഷൻസ് ഇൻ ദി ബാക്ക് ഫില്ല്. പിന്നെ ബാക്ക് ഫില്ലിൽ ഉണ്ടാവുന്ന ഡ്രെയിനേജ് കണ്ടീഷൻസ്. പിന്നെ ഏത് തരം സോയിലാണ്, സോയിൽ ടൈപ്പ്, വാൾ ഫ്രിക്ഷൻ, ഓവർ കൺസോൾട്ടേഷൻ റേഷ്യോ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് 6 മാർക്കിന് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ 5 മാർക്കിന് ക്വസ്റ്റ്യനോ, അതായത് പാർട്ട് ബിയിൽ ഉണ്ടാവില്ലേ ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫൈൻ എർത്ത് പ്രഷർ അല്ലെങ്കിൽ വാട്ട് ഡു യു മീൻ ബൈ എർത്ത് പ്രഷർ ആൻഡ് വാട്ട് ആർ ദി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എർത്ത് പ്രഷർ എന്ന് ഒരു 5 മാർക്കിനോ 6 മാർക്കിനോ ചോദിച്ചാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ഇത്രയും പോയിന്റ്സ് എഴുതുക. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെ ടൈപ്സ് ആണ് ലാറ്ററൽ പ്രഷർ ഉള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 കേസസ് ആണുള്ളത്. എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ വാൾ ഡസ് നോട്ട് മൂവ് അറ്റ് ഓൾ. രണ്ടാമത്തത് ആക്റ്റീവ് എർത്ത് പ്രഷർ ആണ്. അതിൽ വാൾ മൂവ്സ് എവേ ഫ്രം ദി ബാക്ക് ഫിൽ സോയിൽ. തേർഡ് വൺ പാസീവ് എർത്ത് പ്രഷർ, വാൾ മൂവ്സ് ടുവേർഡ്സ് ദി ബാക്ക് ഫിൽ സോയിൽ. ഈ 3 കേസസ് ആണുള്ളത്. അതിൻ്റെ ഫിഗർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ അറ്റ് റെസ്റ്റ് കണ്ടീഷനിൽ എന്ന് പറഞ്ഞാൽ വാൾ ഡസ് നോട്ട് മൂവ്, യാതൊരു മൂവ്മെൻറ്റും വാളിന് ഉണ്ടാവുന്നില്ല. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് മൂവ്മെൻറ്റ് ടുവേർഡ്സ് ലെഫ്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും, ഉണ്ടാകുന്ന പ്രഷർ റൈറ്റ് സൈഡിലേക്കായിരിക്കും. അതിനെ നമ്മൾ പാസീവ് പ്രഷർ എന്ന് പറയും. പിന്നെ ലെഫ്റ്റിലോട്ട് ഉണ്ടാകുന്ന പ്രഷറിനെ നമ്മൾ ആക്റ്റീവ് പ്രഷർ എന്ന് പറയും. ഓക്കെ. ഇതാണ് കേസ്. അപ്പോൾ ടൈപ്സ് ഓഫ് ലാറ്ററൽ എർത്ത് പ്രഷർ എന്ന് പറഞ്ഞാൽ പോയിന്റ്സ് ആക്കിയിട്ട് എഴുതുക, ഈ ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ. ഇനി നമുക്ക് ഓരോ കേസസും എങ്ങനെയാണെന്ന് നോക്കാം. എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റിന് എന്താണ്, ഇഫ് ദി വാൾ ഈസ് റിസ്ട്രെയിൻഡ് ഫ്രം മൂവിങ് ദ ലാറ്ററൽ എർത്ത് പ്രഷർ ഓൺ ദി വാൾ അറ്റ് എനി ഡെപ്ത് ഈസ് കോൾഡ് അറ്റ് റെസ്റ്റ് എർത്ത് പ്രഷർ. ഇതിനെ നമ്മൾ എന്താണ്, ന്യൂട്രൽ ലാറ്ററൽ എർത്ത് പ്രഷർ എന്ന് പറയും. എന്താണ് പറയുക, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ന്യൂട്രൽ ലാറ്ററൽ എർത്ത് പ്രഷർ ഓർ ലാറ്ററൽ എർത്ത് പ്രഷർ അറ്റ് കൺസോളിഡേറ്റഡ് ഇക്വിലിബ്രിയം എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ തിയററ്റിക്കലി നമുക്കൊരു കോഎഫിഷ്യൻ്റ് ഉണ്ടാവും, കോഎഫിഷ്യൻ്റ് ഓഫ് എർത്ത് പ്രഷർ ഉണ്ടാകും. ആ കോഎഫിഷ്യൻ്റ് ഓഫ് എർത്ത് പ്രഷറിനെ നമ്മൾ K0 ആയിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, K0 എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ K0 എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ലാറ്ററൽ എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് ആണ്. അതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ദ റേഷ്യോ ഓഫ് ഹൊറിസോണ്ടൽ ടു വെർട്ടിക്കൽ സ്ട്രെസ്, അതായത് ആ സോയിലിൽ ഡെവലപ്പ് ആകുന്ന ഹൊറിസോണ്ടൽ പ്രഷറും വെർട്ടിക്കൽ പ്രഷറും ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ K0 എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഡെഫിനേഷൻ. ഓക്കെ. എന്താണ്, ദ റേഷ്യോ ഓഫ് ദി ഹൊറിസോണ്ടൽ ടു ദി വെർട്ടിക്കൽ സ്ട്രെസ് അറ്റ് എനി പോയിന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി കോഎഫിഷ്യന്റ് K. അപ്പം അറ്റ് റെസ്റ്റ് കണ്ടീഷനിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് K0 എന്നാണ്. K0 is equal to സിഗ്മ H ഡിവൈഡഡ് ബൈ സിഗ്മ V എന്ന് പറയും.
ഇനി നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റിൽ ഉള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് K0 എന്ന് പറയുന്നത് 1 - sin phi ആണ് അറ്റ് റെസ്റ്റിൽ. ഓക്കെ, ഇനി ലാറ്ററൽ സോയിൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? സോയിൽ പ്രഷർ നമ്മൾ സിഗ്മ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. നിങ്ങൾ GT1 പഠിച്ചതാണ്. സിഗ്മ 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? കോഎഫിഷ്യന്റ് ഓഫ് ലാറ്ററൽ എർത്ത് പ്രഷർ ഇൻറ്റു യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ ഇൻറ്റു ഹൈറ്റ് ഓഫ് ദി വാൾ. ഇതാണ് ഇതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ ഇതിൽ നിന്നാണ് നമ്മൾ ഡിഫറെന്റ് കേസസിൽ വരുന്ന സമയത്ത് ഇക്വേഷൻസ് മാറുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന റിസൾട്ടന്റ് ഫോഴ്സ് എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു K0 ഗാമ H സ്ക്വയർ എന്നാണ്. അപ്പൊ ഇത്രയും ഇക്വേഷൻസ് നിങ്ങൾ ഓർത്ത് വെക്കണം, പ്രോബ്ലംസ് ചെയ്യാൻ ആവശ്യമാണ്. ഇനി നമുക്ക് ഈ കോഎഫിഷ്യന്റ് ഓഫ് ലാറ്ററൽ എർത്ത് പ്രഷറിനെ പോയ്സോൺസ് റേഷ്യോ ഓഫ് സോയിലിന്റെ കേസിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്? K0 = mu divided by 1 - mu. ഇത് നിങ്ങൾക്ക് 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തരും. അതായത് പോയ്സോൺസ് റേഷ്യോ ഓഫ് ദി സോയിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തരും, വാല്യൂ തരും. എന്നിട്ട് നിങ്ങളോട് കോഎഫിഷ്യന്റ് ഓഫ് ലാറ്ററൽ എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് അല്ലെങ്കിൽ പിന്നെ ആക്റ്റീവ് പ്രഷർ, പാസീവ് പ്രഷർ എന്ന് പറഞ്ഞിട്ട് കണ്ടീഷൻ തന്നാൽ നിങ്ങൾ ഓരോന്നിനും ഏതാണോ ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല ഏതാണോ ആ ഫോർമുല ഇട്ടിട്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ അറ്റ് റെസ്റ്റ് കേസിലാണെങ്കിൽ K0 ഇൻ പോയ്സോൺസ് റേഷ്യോ ആണെങ്കിൽ എന്തായിരിക്കും? mu divided by 1 - mu ആണ്. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 3 മാർക്ക് ഈസി ആയിട്ട് വാങ്ങാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ലാറ്ററൽ എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ K0ന്റെ വാല്യൂ ഡിഫറെന്റ് സോയിലിന് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഇത് നിങ്ങൾക്ക് പ്രോബ്ലം തരുന്ന സമയത്ത് ചിലപ്പോൾ തരും, ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് കുറച്ച് വാല്യൂസ് ഒക്കെ നിങ്ങൾ ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ഡെൻസ് സാൻഡ് ആണെങ്കിൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും? 0.4 to 0.45 ആണ്. ലൂസ് സാൻഡ് ആണെങ്കിൽ 0.45 to 0.5. മെക്കാനിക്കലി കോമ്പാക്റ്റഡ് സാൻഡ് ആണെങ്കിൽ 0.8 to 1.5. നോർമലി കൺസോളിഡേറ്റഡ് ക്ലേ ആണെങ്കിൽ 0.5 to 0.6. ഓവർ കൺസോളിഡേറ്റഡ് ക്ലേ ആണെങ്കിൽ 1 to 4. അപ്പൊ ഇത് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ഓർത്ത് വെച്ചാൽ നല്ലതാണ്. അഥവാ നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടില്ലെങ്കിൽ അസ്യൂം ദി സൂട്ടബിൾ ഡാറ്റ എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ തരിക. അപ്പൊ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പൊ ഫോർ സാൻഡ്സ് ആൻഡ് നോർമലി കൺസോളിഡേറ്റഡ് ക്ലേ ആണെങ്കിൽ K0 എന്തായിരിക്കും? 1 - sin phi എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ അടുത്തത് ആക്റ്റീവ് എർത്ത് പ്രഷർ. ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്റ്റീവ് എർത്ത് പ്രഷർ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ സോയിലിന് ഒരു വെഡ്ജ് ഫോമിലേക്ക് മാറും. അതായത് പ്രഷർ കാരണം ആ സോയിൽ സ്ട്രക്ചർ ഒരു ട്രയാങ്കുലർ ഓർ സോയിൽ വെഡ്ജ് ബിഹൈൻഡ് ദി വാൾ ഫെയിൽ. അതായത് ഫെയിൽ ആവുന്ന കേസ്, അതായത് വാൾ മൂവ്മെന്റ് ആണല്ലോ, എവേ ഫ്രം ദി വാൾ ആവുന്ന സമയത്ത് നമുക്ക് എന്തായാലും അവിടെ സോയിൽ സ്ട്രക്ചർ ഫെയിൽ ആകും അല്ലേ? അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന പ്രഷറിനെയാണ് നമ്മൾ ആക്റ്റീവ് പ്രഷർ എന്ന് പറയുന്നത്. The lateral pressure for this condition is referred to as active earth pressure. അതിന്റെ ഫോർമുല, the formula for active earth pressure PA എന്നാണ് പറയാ. നേരത്തെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? P0 എന്നായിരുന്നു പറഞ്ഞത് അല്ലേ? ഇവിടെ ആക്റ്റീവ് എർത്ത് പ്രഷറിനെ PA എന്ന് പറയുന്ന ഫോർമുല വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? KA into gamma into H. ഓക്കെ, റെസ്റ്റിന്റെ കേസ് എന്തായിരുന്നു? ഹാഫ് ഇൻറ്റു K0 into ഗാമ H എന്നായിരുന്നു. അപ്പൊ ഇവിടെ ആക്റ്റീവ് എർത്ത് പ്രഷറിൽ KA into ഗാമ into H ആണ്. അതിൽ KA എന്ന് പറഞ്ഞാൽ എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് ആക്റ്റീവ് എർത്ത് പ്രഷർ. ഗാമ എന്ന് പറയുന്നത് യൂണിറ്റ് വെയിറ്റ് ഓഫ് ദി സോയിൽ. H എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി ഡെപ്ത് അറ്റ് വിച്ച് ദ സോയിൽ to which the pressure is being calculated. എവിടെ നിന്നാണോ നമ്മൾ ഡെപ്ത് എത്രത്തോളം ഉണ്ടോ അവിടെ നിന്നാണ് നമ്മൾ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എവിടേക്കുള്ള വാളിന്റെ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റെസ്റ്റിന്റെ കേസിൽ അങ്ങനത്തെ ഒരു ഡിഫിക്കൽട്ടീസ് നമുക്ക് വരുന്നില്ല. കാരണം അത് സോയിൽ എവിടെയാണോ ആ സോയിൽ സ്ട്രക്ചർ നിൽക്കുന്നത് അവിടെ നിന്ന് ഉള്ള ഹൈറ്റ് നമ്മൾ എടുത്താൽ മതി. ഇത് ഈ ആക്റ്റീവ് എർത്ത് പ്രഷറിന്റെ കേസ് എന്താണ്? സോയിൽ എന്താണ്? മൂവ് ആയല്ലേ, വാള് സോയിൽ നിന്ന് വിട്ടുപോയി. അപ്പം അവിടെ എന്തായിരിക്കും? ഒരു ഡെപ്ത് ഉണ്ടാകും. ആ ഡെപ്തും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് വേണം നമ്മൾ ഹൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. രണ്ട് ഹൈറ്റും ചിലപ്പോൾ വാളിന്റെ ഹൈറ്റ് വേറെയും ഡെപ്തിന്റെ ഹൈറ്റ് വേറെയും തരും. അപ്പൊ രണ്ടും കൂടെ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആക്റ്റീവ് എർത്ത് പ്രഷറിന്റെ കേസിൽ എന്ത് കിട്ടുള്ളൂ? ടോട്ടൽ ഹൈറ്റ് കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്തത്
ഞാൻ ഫിഗർ കാണിച്ചിട്ടുണ്ട്. അറ്റ് റെസ്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും? ഹൈറ്റ് h കണ്ടില്ലേ? ഹൈറ്റ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ H. അതിൽ സിഗ്മ h എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ സ്ട്രെസ് ആണ് അറ്റ് റെസ്റ്റ് കേസിൽ. അടുത്തത് ആക്റ്റീവ് എർത്ത് പ്രഷർ. ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം h എന്താണ്? ഈ ക്യാപിറ്റൽ H എന്നുള്ളത് ആക്റ്റീവ് പ്രഷർ കാരണം എന്തായി? ഡെൽറ്റ H ആയിട്ട് മാറി. അപ്പൊ നമ്മൾ എത്രത്തോളമാണോ അവിടെ സോയിൽ മൂവ് ആയിട്ടുള്ളത്, അതായത് വോൾ മൂവ്മെന്റ് എത്രത്തോളം ഉണ്ട് അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് H കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ H പ്ലസ് ഡെൽറ്റ H ആയിരിക്കും എന്ത്? നമ്മുടെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത്. അവിടെ സിഗ്മ H എന്ന് പറയുന്ന ആക്റ്റീവ് ആണ്. ഇതിലാണ് ഈ ഒരു വെഡ്ജ് ഷേപ്പിൽ, ട്രയാങ്കുലർ വെഡ്ജ് ഷേപ്പിലാണ് ഇവിടെ എന്തായത്? സോയിൽ ഫെയിൽ ആയിരിക്കുന്നത്. സോയിൽ ഫെയിലിയർ വെഡ്ജ് ഷേപ്പ്. ഓക്കെ, അതായത് ഈ വോൾ ഇങ്ങോട്ടേക്ക്, ഇവിടെയുള്ള വോൾ എന്താക്കി? ഇവിടേക്ക് മൂവ് ആകുന്ന സമയത്ത് സോയിൽ മൂവ് ആവുമല്ലോ. അപ്പം അവിടെ ഒരു വെഡ്ജ് ഷേപ്പിലുള്ള ഒരു ഫെയിലിയർ ആണ് അവിടെ വരുന്നത്. ഓക്കെ, അടുത്ത കേസ് എന്ന് പറയുന്നത് പാസീവ് എർത്ത് പ്രഷർ ആണ്. പാസീവ് എർത്ത് പ്രഷർ അങ്ങനെ തന്നെയാണ്. എന്താണ്? റൈറ്റ് സൈഡിലേക്കാണ് മൂവ്മെന്റ് വരുന്നത്. അപ്പൊ സിഗ്മ H എന്ന് പറയുന്നത് പാസീവ് ആണ്. സോയിൽ ഫെയിലിയർ ഇത് അവിടെ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹൈറ്റ്, അതായത് ഇങ്ങനെയുള്ള റീറ്റെയിനിങ് വോൾ എന്തായിട്ട് മാറി? ആ ഡെപ്തും കൂടെ കൺസിഡർ ചെയ്തിട്ട് H പ്ലസ് ഡെൽറ്റ H ആയിട്ട് മാറി. അവിടെയും നമ്മൾ സോയിൽ സ്ട്രക്ചർ ഒരു ട്രയാങ്കുലർ വെഡ്ജ് ഷേപ്പിലാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് പാസീവ് എർത്ത് പ്രഷറിന്റെ ഇക്വേഷൻ എന്താ നോക്കാം. അതെന്ന് പറയുന്നത് PP ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ KP ഇൻറ്റു ഹാഫ് ഇൻറ്റു ഗാമ H². ഇതാണ് അതിന്റെ ഇക്വേഷൻ വരുന്നത്. PP എന്ന് പറയുന്നത് പാസീവ് എർത്ത് പ്രഷർ ആണ്. ഗാമ യൂണിറ്റ് വെയിറ്റ് ഓഫ് ദി സോയിൽ ആണ്. H എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദി സോയിൽ. പിന്നെ KP എന്ന് പറയുന്നത് എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് എർത്ത് പ്രഷർ. പിന്നെ ഇതിൽ നമ്മളിപ്പോൾ പറഞ്ഞു അറ്റ് റെസ്റ്റ് കണ്ടീഷന് ആക്റ്റീവ് ആൻഡ് പാസീവ്. ഈ മൂന്ന് എർത്ത് പ്രഷറിലും ഏറ്റവും മാക്സിമം വാല്യൂ, അതായത് ഏറ്റവും മാക്സിമം എന്ന് പറയുന്നത് എന്തായിരിക്കും? പാസീവ് എർത്ത് പ്രഷർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഈ മൂന്ന് കണ്ടീഷൻ വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ മൂന്ന് കേസസ് വെച്ചിട്ട് നമ്മളൊരു റിലേഷൻഷിപ്പ് ഫോം ആക്കിയിട്ട് നമ്മളൊരു ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതെന്താന്ന് നോക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. റിലേഷൻ ബിറ്റ്വീൻ ലാറ്ററൽ എർത്ത് പ്രഷർ ആൻഡ് മൂവ്മെന്റ് ഓഫ് വോൾ. ലാറ്ററൽ എർത്ത് പ്രഷറും മൂവ്മെന്റ് ഓഫ് വോളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഇതിൽ കാണിക്കുന്നത്. അതിൽ നമ്മൾ ഇതുപോലെ ഒരു ഏകദേശം ഒരു എസ് ഷേപ്പിലാണ് നമ്മുടെ ഗ്രാഫ് വരിക. അതിൽ ആക്റ്റീവ് പ്രഷർ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലും, ഇതാണ് വോൾ, ഫോഴ്സ് ഓൺ ദി മൂവ്മെന്റ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ പ്രഷർ പോയിട്ട് പാസീവ് റെസിസ്റ്റൻസ്, അതായത് ഇത് അറ്റ് റെസ്റ്റ് കണ്ടീഷനിലുള്ളതാണ്. ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ആക്റ്റീവും റൈറ്റ് സൈഡിലോട്ടുള്ളത് പാസീവും ആണ്. ഞാൻ ആദ്യത്തെ ഡയഗ്രത്തിൽ കാണിച്ചു തന്നിട്ടില്ലേ? അപ്പം ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? ആക്റ്റീവ് എർത്ത് പ്രഷർ. ഇത് എന്ന് പറയുന്നത് എർത്ത് പ്രഷർ അറ്റ് റെസ്റ്റ്. ദിസ് വൺ ഇസ് പാസീവ് റെസിസ്റ്റൻസ് കേസ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഡയഗ്രാം വരുന്നത്. അപ്പൊ ആക്റ്റീവ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? എവേ ഫ്രം ദി സോയിൽ, എവേ ഫ്രം ദി, അതായത് റീറ്റെയിനിങ് വോൾ സോയിലിൽ നിന്ന് എവേ ആകുന്നതിനെയാണ് നമ്മൾ ആക്റ്റീവ് എന്ന് പറയുന്നത്. ടുവേർഡ്സ് ദി ബാക്ക് ഫില്ലാണ് നമ്മൾ പാസീവ് എന്ന് പറയുന്നത്. അപ്പൊ അതേ ആ ഡയഗ്രാം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാറ്ററൽ എർത്ത് പ്രഷർ ആൻഡ് മൂവ്മെന്റ് ഓഫ് വോൾ എന്ന് പറഞ്ഞാൽ ഈ ഡയഗ്രാം നിങ്ങൾ മസ്റ്റ് ആയിട്ട് വരയ്ക്കണം. ചിലപ്പം 7 മാർക്കിനൊക്കെ ചോദിക്കും. ഇതിന്റെ കൂടെ ഇതിന്റെ ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ് റെസ്റ്റിലും പാസീവിലും ആക്റ്റീവിലും ഉള്ള ഡെഫിനേഷൻ എഴുതുക, അതിന്റെ ഫോർമുല എഴുതുക, എന്നിട്ട് ഈ ഡയഗ്രാം വരയ്ക്കുക. ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് സ്കെയിലും പെൻസിലും ഒക്കെ വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് വരയ്ക്കണം. എന്നാൽ മാത്രമേ മാർക്ക് ഇങ്ങോട്ടേക്ക് കിട്ടുള്ളൂ. ഓക്കെ, എത്രത്തോളം നീറ്റ്നെസ് ഉണ്ട് അത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? അതിൽ നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അടുത്തത് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ആണ്. പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു. ആക്റ്റീവ് പ്രഷറിന്റെ കേസിൽ എന്താണ്? വെൻ എ റീറ്റെയിനിങ് വാൾ മൂവ്സ് എവേ ഫ്രം ദി സോയിൽ ആണ്. പാസീവ് ആണെങ്കിൽ എന്താണ്? റീറ്റെയിനിങ് വാൾ ദാറ്റ് പുഷിംഗ് സോയിൽ ഹൊറിസോണ്ടലി, അതായത് വാളിന്റെ അടുത്തേക്ക് നമ്മൾ ടുവേർഡ്സ് ദി സോയിൽ ആണ് അല്ലേ. ഇനി അറ്റ് റെസ്റ്റ് ആണെങ്കിൽ എ ലെവൽ ഗ്രൗണ്ട് ഡെപ്പോസിറ്റ് വിത്ത് 0 ലാറ്ററൽ സ്ട്രെയിൻ ഓൺ ദി സോയിൽ. അതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് എർത്ത് പ്രഷർ സ്ട്രക്ചേഴ്സ് ആർ കോമൺ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് ആർ ഡിസൈൻഡ് ടു വിത്ത്സ്റ്റാൻഡ് ദി ലാറ്ററൽ പ്രഷർ എക്സേർട്ടഡ് ബൈ സോയിൽ. എക്സാമ്പിൾസ് റീറ്റെയിനിങ് വാൾസ്, ബേസ്മെന്റ് വാൾസ്, ബ്രിഡ്ജ് അബട്ട്മെന്റ് ആൻഡ് ഷീറ്റ് പൈ വാൾസ്. ഓക്കെ,
അടുത്തതെന്ന് പറയുന്നത് നെക്സ്റ്റ് ടോപ്പിക് നമ്മുടെ തിയറീസ് ഓഫ് ആക്റ്റീവ് ആൻഡ് പാസീവ് എർത്ത് പ്രഷർ. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ അതിൻ്റെ എന്താണ് ആക്റ്റീവ് പ്രഷർ, അതിൻ്റെ കേസസ് എന്തൊക്കെയാണ്, എക്സാമ്പിൾസ് പഠിച്ചു, പ്രാക്ടിക്കൽ എക്സാമ്പിൾസ്. അപ്പം ആ പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷൻസും ഡയഗ്രാംസും ഒക്കെ കറക്റ്റായിട്ട് പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് തിയറി പോർഷനിൽ മാർക്ക് കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് ഈ ലാക് പ്രഷർ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ തിയറീസ് ആണുള്ളത് നോക്കാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 തിയറിയാണ് വരുന്നത്. ഒന്ന് റാങ്കിൻസ് എർത്ത് പ്രഷർ തിയറിയും രണ്ടാമത്തത് കൊളംബ് വെഡ്ജ് തിയറിയാണ്. അപ്പം ഈ റാങ്കിൻസ് എർത്ത് പ്രഷർ തിയറി എന്താണ്, അത് കൺസിഡർ ചെയ്യുന്നത്, അതായത് ആ റാങ്കിൻസ് എർത്ത് പ്രഷർ തിയറി പ്രൂവ് ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റിക് ഇക്വിലിബ്രിയം കേസാണ്. സ്റ്റേറ്റ് ഓഫ് പ്ലാസ്റ്റിക് ഇക്വിലിബ്രിയം കേസിൽ സോയിലിന്റെ പ്ലാസ്റ്റിക് ഇക്വിലിബ്രിയം കേസ് വെച്ചിട്ടാണ് നമ്മൾ ഈ റാങ്കിൻസ് തിയറി എന്താക്കിയിരിക്കുന്നത്, ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ when shear failure is imminent at every point within the soil mass, അപ്പൊ എന്തായിരിക്കും, ഓരോ സോയിൽ മാസിലും ഉള്ള ഷിയർ ഫെയിലിയർ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ റാങ്കിൻസ് തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ അസംഷൻസ് എന്താണെന്ന് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്, അസംഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് സോയിൽ മാസ് ഈസ് ഹോമോജീനിയസ് ആൻഡ് സെമി ഇൻഫൈനൈറ്റ്, സോയിൽ ഈസ് ഡ്രൈ ആൻഡ് കോഷൻലെസ്, ഗ്രൗണ്ട് സർഫസ് ഈസ് പ്ലെയിൻ. അതായത് ഹൊറിസോണ്ടൽ ആണെങ്കിലും ഇൻക്ലൈൻഡ് ആണെങ്കിലും എന്തായിരിക്കണം, ഗ്രൗണ്ട് സർഫസ് പ്ലെയിൻ ആയിരിക്കണം. ബാക്ക് ഓഫ് റിട്ടൈനിങ് വാൾ ഈസ് സ്മൂത്ത് ആൻഡ് വെർട്ടിക്കൽ. The soil is in a state of plastic equilibrium. Okay, അപ്പോൾ ഈ the soil is in a state of plastic equilibrium എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. അപ്പോൾ ഇത്രയും അസംഷൻസ് വെച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, റാങ്കിൻസ് തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ റാങ്കിൻസ് തിയറി നമ്മൾ ഓരോ കേസസിലും, അതായത് ഓരോ സോയിൽ കണ്ടീഷനിലും ആക്റ്റീവിലും പാസീവിലും അറ്റ് റെസ്റ്റ് കണ്ടീഷനിലും ഉള്ള ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡെറിവേഷൻ പഠിക്കേണ്ട കാര്യമില്ല, ഈ ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കും. ഓക്കെ, ആദ്യത്തേത് ഫോർ കോയിഷൻ ലെസ് സോയിൽ ആണ്. കോയിഷൻ ലെസ് സോയിൽ തന്നെ 2 കേസസ് ഉണ്ട്. എന്താണ്, ദ ബാക്ക് ഫിൽ ഈസ് ഹൊറിസോണ്ടൽ ആൻഡ് ഇഫ് ദി ബാക്ക് ഫിൽ ഈസ് ഇൻക്ലൈൻഡ്. അപ്പൊ നമ്മൾ ഈ ബാക്ക് ഫിൽ ഈസ് ഹൊറിസോണ്ടലില് ആക്റ്റീവ് പ്രഷർ ആണെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ ആക്റ്റീവ് പ്രഷർ എന്തായിരിക്കും, പി എ എന്ന് പറയുന്നത് KA into sigma bar plus KA into Q plus gamma W into ZW. ഈ ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, അതിൽ KA എന്ന് പറയുന്നതിൻ്റെ ഫോർമുല കൊടുത്തിട്ടുണ്ട്, 1 - sin phi divided by 1 + sin phi. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടാൻ സ്ക്വയറിന്റെ കേസിൽ എഴുതാം, ടാൻ സ്ക്വയർ into 45 - 5/2 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ സിഗ്മ ബാർ Q എന്ന് പറയുന്നത് ലോഡാണ്, Z എന്ന് പറയുന്നത് എന്താണ്, ഡെപ്ത് ആണ്, സിഗ്മ ബാർ എന്ന് പറയുന്നത് എന്താണ്, സ്ട്രെസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഈ ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കുക, നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കൂടുതൽ മനസ്സിലാവും, എന്തൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, ഇനി പാസീവ് പ്രഷറിന്റെ കേസിൽ എന്താണ്, സെയിം തന്നെയാണ്, KP ഇൻറ്റു, അതായത് KAക്ക് പകരം KP എഴുതി കഴിഞ്ഞാൽ അത് സെയിം ഇക്വേഷൻ തന്നെയാണ്, KPന്റെ ഇക്വേഷനും സെയിം ആണ്. അറ്റ് റെസ്റ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഇക്വേഷൻ ആണ്, K0 = 1 - sin phi. ഇനി നമ്മൾ ബാക്ക് ഫില്ല് ഇൻക്ലൈൻഡ് ആണെങ്കിലോ, ഇൻക്ലൈൻഡ് ആവുന്ന സമയത്ത് എർത്ത് പ്രഷറിന്റെ, അതായത് എർത്ത് പ്രഷർ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദി എർത്ത് പ്രഷർ സെയിം ആണ്, പക്ഷേ നമ്മൾ കോഎഫിഷ്യന്റ് എഴുതുന്ന സമയത്ത് എന്ത് എഴുതണം, ഇൻക്ലൈൻഡ് ആവുന്ന സമയത്ത് അവിടെ എന്തുണ്ടാകും, ഒരു ഇൻക്ലിനേഷൻ ആംഗിൾ ഉണ്ടാവും. അപ്പൊ ആ ആംഗിളും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറും. അതേപോലെ തന്നെ പാസീവ് പ്രഷറിലും അങ്ങനെ തന്നെയാണ്, ഇക്വേഷൻ സെയിം ആണ്, cos I into cos I മൈനസ്, ആക്റ്റീവ് പ്രഷറിൽ മൈനസ് വരും, പാസീവ് പ്രഷറിൽ പ്ലസ് മൈനസ് ആണ് വരിക, ആക്റ്റീവില് മൈനസ് പ്ലസ്. ഇതാ ഈ പോർഷൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, cos I മൈനസ് ഓഫ് ആണ്, ഇവിടെ cos I പ്ലസ് ഓഫ് ആണ് വരുന്നത്. അപ്പൊ ഈ ഇക്വേഷൻസ് നിങ്ങൾ എഴുതി പഠിക്കുക, ബൈഹാർട്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 10 മാർക്കിനോ അല്ലെങ്കിൽ 12 മാർക്കിനോ ഒക്കെ പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് പാർട്ട് ബിയിലാണ് പ്രോബ്ലം ഉണ്ടാവുക, അത് ചിലപ്പം 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്താക്കും അവര് സെപ്പറേറ്റ് ചെയ്യല്ലോ, 6 മാർക്കിന് അല്ലെങ്കിൽ ബാക്കി പ്രോബ്ലത്തിന് വരും, അല്ലെങ്കിൽ പ്രോബ്ലത്തിന് ഒരു 10 മാർക്ക് കൊടുത്തിട്ട് ബാക്കി 4 മാർക്കിന് അങ്ങനെയൊക്കെ ആയിരിക്കല്ലോ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഫോർമുല ബൈഹാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റൂ.
ഇനി അടുത്തത് എന്താണ്? ഫോർ കോസി സോയിൽ ആണ്. കോസി സോയിൽ എന്താണ്? കോഷൻ ലെസ് സോയിൽ C0 ആയിരിക്കും. കോസി സോയിൽ എന്തായിരിക്കും? നമ്മൾ കോഷൻ എടുക്കണം. അപ്പൊ C എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഉണ്ടാവും. അപ്പൊ ബാക്ക് ഫില്ല് ഹൊറിസോണ്ടൽ ആണെങ്കിൽ എന്താണ്? ഇതാണ് ഇക്വേഷൻ. ആക്റ്റീവ് പ്രഷർ ആവുന്ന സമയത്ത് Ka എന്ന് പറയുന്നത് Ka ഗാമ സെറ്റ് മൈനസ് 2C ഇൻറ്റു റൂട്ട് ഓഫ് Ka. അപ്പൊ അതിൽ C എന്ന് പറയുന്നത് എന്താണ്? കോഷൻ ആയിരിക്കും. അപ്പൊ അതിന്റെ Ka ന്റെ വാല്യൂ സെയിം ആണ്. അപ്പം ആ K ന്റെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ അറ്റ് ഡെപ്ത് Z0 ആണെങ്കിൽ PA is equal to minus 2C ഇൻറ്റു റൂട്ട് ഓഫ് KA ആണ് വരിക അല്ലേ? ഈ C എന്ന് സോറി Z എന്ന് പറയുന്നത് ഈ ടേം എന്തായിരിക്കും? ഈ ടേം നമ്മൾ 0 ആയി പോയാൽ PA is equal to ഈ ടേം മാത്രമേ വരുള്ളൂ, പക്ഷെ മൈനസ് ഓഫ് വരും. The soil causes a pull on the wall which result to tensile pressure. ആണെങ്കിൽ അതായത് ടെൻസൈൽ പ്രഷർ ആയിരിക്കും അവിടെ. Z0 ആണെങ്കിൽ അവിടെ ടെൻസൈൽ പ്രഷർ ആയിരിക്കും. അതാണ് ഈ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ. The tensile stress decreases with the depth and become 0 at ZC. ZC നെ നമ്മൾ പറയുന്ന പേരാണ് ഡെപ്ത് ഓഫ് ടെൻസൈൽ ക്രാക്ക്. ZC എന്ന് പറയുന്നതിനെ നമ്മൾ പറയുന്നത് ഡെപ്ത് ഓഫ് ടെൻസൈൽ ക്രാക്ക് എന്നാണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? 2C ഡിവൈഡഡ് ബൈ ഗാമ ഇൻറ്റു റൂട്ട് ഓഫ് Ka എന്നാണ്. അതായത് ടെൻസൈൽ സ്ട്രെസ് ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്തായിരിക്കും? ഡെപ്ത് 0 ആകും. അതായത് ഡെപ്തും ഡിക്രീസ് ചെയ്യും. അത് ഡിക്രീസ് ചെയ്ത് അത് 0യിലേക്ക് ആവും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇനി വേറൊരു ടേം ആണ് ക്രിട്ടിക്കൽ ഹൈറ്റ് ഓഫ് അൺസപ്പോർട്ടഡ് വെർട്ടിക്കൽ കട്ട് എന്ന് പറയുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇഫ് ദി വാൾ ഹാസ് എ ഹൈറ്റ് ഓഫ് 2ZC, അതായത് ഹൈറ്റ് ZC ആണ്. ZC എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്ത് ഓഫ് ടെൻസൈൽ ക്രാക്ക് ആണ്. അത് ഡബിൾ ആവുന്ന സമയത്ത് ദ ടോട്ടൽ എർത്ത് പ്രഷർ എന്തായിരിക്കും? 0 ആയിരിക്കും. ദിസ് ഹൈറ്റ് ഈസ് കോൾഡ് ക്രിട്ടിക്കൽ ഹൈറ്റ് അപ് ടു വിച്ച് ദ വാൾസ് സ്റ്റാൻഡ് അലോൺ വിത്തൗട്ട് സപ്പോർട്ടിങ്. അപ്പൊ ക്രിട്ടിക്കൽ ഹൈറ്റ് എന്ന് പറയുന്നത് 2ZC ആണ്. അപ്പൊ ZC എന്ന് പറയുന്നത് എന്താണ്? 4C ഇൻറ്റു 2C ഇൻറ്റു റൂട്ട് ഓഫ് ZC എന്ന് പറയുന്നത് 2C ഇൻറ്റു റൂട്ട് ഓഫ് ഗാമ ഇൻറ്റു Ka ആണ്. അപ്പൊ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 4C ഡിവൈഡഡ് ബൈ ഗാമ ഇൻറ്റു റൂട്ട് ഓഫ് Ka എന്നാണ് പറയും. ഓക്കെ. അപ്പൊ ക്രിട്ടിക്കൽ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ എവിടെയാണോ നമ്മുടെ ടോട്ടൽ എർത്ത് പ്രഷർ 0 ആകുന്നത് ആ കണ്ടീഷനിലാണ് നമ്മൾ ക്രിട്ടിക്കൽ ഹൈറ്റ് ഓഫ് അൺസപ്പോർട്ടഡ് വെർട്ടിക്കൽ കട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ടെൻസൈൽ സ്ട്രെസ് ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളെ ഡെപ്ത് ഡിക്രീസ് ചെയ്യും. ഒരു കേസിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഡെപ്ത് 0 ആകും. ആ 0 ഡെപ്തിനെയാണ് നമ്മൾ ZC എന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2C ഡിവൈഡഡ് ബൈ ഗാമ ഇൻറ്റു റൂട്ട് ഓഫ് Ka എന്നാണ്. പക്ഷെ അത് ക്രിട്ടിക്കൽ ഹൈറ്റ് ആയി വരുന്ന സമയത്ത് എന്തായിരിക്കും? ഈ ZC എന്ന് പറയുന്നത് അതിന്റെ ഡബിൾ എന്ന് പറയുന്നത് 2 മടങ്ങാവും. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പൊ അവിടെ വരുന്ന ഹൈറ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് HC എന്ന് പറയുന്നത് 2 ഇൻറ്റു ZC ആണ്. അപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ഇക്വേഷൻ വരിക. ഇതൊക്കെ അതായത് ഈ പോർഷൻസ് ഒക്കെ സ്പെഷ്യൽ കേസസ് ആണ്. അഥവാ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയെങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചിരിക്കരുത്. അപ്പൊ ഇത്രയും കേസസ് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വാല്യൂ ചെയ്യാൻ പറ്റുമല്ലോ. അതിനാണ് ഇത്രയും കേസസ് പറഞ്ഞത്. ഓക്കെ. ഇനിയുള്ളത് ഇത്രയും നമ്മൾ ആക്റ്റീവ് പ്രഷർ ആയിരുന്നു പറയുന്നത്. ഇനി പാസീവ് പ്രഷർ ആണ്. പാസീവ് പ്രഷറിന്റെ ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഇതാണ്. അതിന്റെ ഇക്വേഷൻസ് പഠിക്കാം. ഓക്കെ. അതിന്റെ ഡയഗ്രാം ഞാൻ തന്നിട്ടുണ്ട്. ഡയഗ്രാം വരച്ച് പഠിക്കുക. പിന്നെയുള്ളത് കൊളംബ് വെഡ്ജ് തിയറി. ലാസ്റ്റത്തത് കൊളംബ് വെഡ്ജ് തിയറിയാണ്. അതിന്റെ അസംഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ദ ബാക്ക്ഫിൽ ഈസ് ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക്. Backfill is dry and cohesionless. The slip surface is plain. The wall surface is rough. The soil wedge act as a rigid body. അപ്പോൾ ഇത്രയും assumptions വെച്ചിട്ടാണ് വെഡ്ജ് തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് എന്താണ് കുറച്ച് ഇതെന്ന് പറയുന്നത് കോഹിഷൻലെസ് സോയിലും പിന്നെ ആക്റ്റീവ് പ്രഷറും പാസീവ് പ്രഷറും തമ്മിലുള്ള കമ്പാരിസൺ ആണ് പറയുന്നത്. അതിൽ കൺസിഡർ റീറ്റൈനിങ് വാൾ വിത്ത് ഇൻക്ലൈൻഡ് ബാക്ക് ഫില്ല്. ഇത് രണ്ടും ഇൻക്ലൈൻഡ് ബാക്ക് ഫില്ലുള്ള കമ്പാരിസൺ ആണ്. അപ്പൊ അതിന്റെ ഡയഗ്രാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഫെയിലിയർ വെഡ്ജ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു ഫെയിലിയർ വെഡ്ജ് നമ്മൾ കൺസിഡർ ചെയ്യുക. എന്നിട്ട് ദ സ്ലൈഡിംഗ് സോയിൽ ഈസ് ഇക്വിലിബ്രിയം അണ്ടർ 3 ഫോഴ്സസ്. ഏതൊക്കെ ഫോഴ്സസ് ആണ്? ഒന്ന് വെയിറ്റ് ഓഫ് ദി സോയിൽ, രണ്ടാമത്തത് റിയാക്ഷൻ ഓഫ് ദി സ്ലിപ്പ്, മൂന്നാമത്തത് റിയാക്ഷൻ ഫ്രം ദി വാള്.
എന്നിട്ട് എന്തായിരിക്കണം, these three forces are shown in a force triangle and PA is determined from the force triangle. The whole procedure is repeated for different failure wedge. The wedge at which minimum PA is obtained is taken as critical wedge. അപ്പോൾ നമ്മൾ ആക്റ്റീവ് പ്രഷറും പാസീവ് പ്രഷറിൻ്റെയും പ്രൊസീജിയറാണ് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ ഒരു ക്രിട്ടിക്കൽ വെഡ്ജ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രൊസീജിയറാണിത്. പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളൊരു ഫെയിലിയർ വെഡ്ജ് കൺസിഡർ ചെയ്യുക. എന്നിട്ട് നമ്മളൊരു 3 ഫോഴ്സസ് ആണ് അതിൽ കൺസിഡർ ചെയ്യേണ്ടത്. ഒന്ന് വെയിറ്റ് ഓഫ് ദി സോയിൽ, ഒന്ന് ആ സ്ലിപ്പ് സർഫസിൻ്റെ റിയാക്ഷൻ, ഒന്ന് റിയാക്ഷൻ ഫ്രം ദി വോൾ. ഓക്കെ, എന്നിട്ട് ഈ 3 ഫോഴ്സസിന് എന്ത് ചെയ്യണം, നമ്മളൊരു ട്രയാങ്കിളിൽ റെപ്രസെന്റ് ചെയ്യണം. നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ പഠിച്ചിട്ടുണ്ടാകും. ട്രയാങ്കിൾ വെച്ചിട്ട് ഫോഴ്സസ് 3 ഫോഴ്സസ് ഉണ്ടെങ്കിൽ ട്രയാങ്കിൾ വെച്ചിട്ട് സോൾവ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫോഴ്സ് ട്രയാങ്കിൾ വെച്ചിട്ട് അതിനെ ഡിറ്റർമൈൻ ചെയ്യാം. എന്നിട്ട് ഈ ഹോൾ പ്രൊസീജിയർ എന്ത് ചെയ്യണം, നമ്മൾ ഡിഫറെന്റ് ഫെയിലിയർ സർഫസിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യാം. ഇതേ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഏതാണോ മിനിമം പ്രഷർ കിട്ടുന്നത് അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ വെഡ്ജ് ആക്കിയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഫോർ കോയിഷൻ ലെസ് സോയിലിന്റെ പ്രൊസീജിയർ ആണിത്. ആക്റ്റീവ് പ്രഷറിലും പാസീവ് പ്രഷറിലും ഉള്ള. അപ്പോൾ ഇതിന്റെ പ്രൊസീജിയർ ഇതുപോലെ എഴുതുക. അതേപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, വെഡ്ജ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോർമൽ ഫോഴ്സ് ഉണ്ട്, പിന്നെ വെയിറ്റ് ഓഫ് ദി സോയിൽ W, ആക്ടിങ് ഡയറക്ട്ലി വെർട്ടിക്കൽ. ഓക്കെ, പിന്നെ അവിടെ സി എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ട്രയാങ്കിൾ, നോർമൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ വെഡ്ജ് സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രയാങ്കിൾ ആണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. മനസ്സിലായോ? സോൾവ് ചെയ്യൊന്നും വേണ്ട, നിങ്ങൾ ഈ പ്രൊസീജിയർ പഠിച്ചിട്ട് ഈ ഡയഗ്രാം വരച്ച് വെച്ചാൽ മതി. അപ്പം ആക്റ്റീവ് പ്രഷർ ചോദിച്ചാൽ ഡയഗ്രാം വരയ്ക്കുക, പാസീവ് പ്രഷർ ചോദിച്ചാൽ ഈ ഡയഗ്രാം വരയ്ക്കുക. എന്നിട്ട് ഇതേപോലെ നമുക്ക് ട്രയാങ്കിൾ കിട്ടില്ലേ, ഈ ട്രയാങ്കിൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണോ മിനിമം പ്രഷർ കിട്ടുന്നതെന്ന് അറിയും. അത് നമ്മൾ മെക്കാനിക്സിൽ പണ്ട് പഠിച്ചതാണ്. അങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഞാൻ ഫോർ കോസി സോയിൽ ആണെങ്കിൽ ദ കൊളംബ് തിയറി ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു കോസി ഫോഴ്സസ്. അപ്പൊ അഡീഷണൽ കൊളംബ് തിയറിയിലാണെങ്കിൽ അഡീഷണൽ 3 ഫോഴ്സസ് ഉണ്ടാകും. W, R and PA considered in cohesionless soil, and the coercive force C acting on failure plane and adhesive force CA is also acting on the back of the wall. Okay, ഇനി നമ്മൾ ഈ വെഡ്ജ്, അതായത് കൊളംബ് വെഡ്ജ് തിയറിയിലാണ് ചെയ്യുന്നതെങ്കിൽ അഡീഷണൽ ആയിട്ട് 2 ഫോഴ്സസും ഉണ്ടാവും. കോഴ്സീവ് സോയിൽ ആണെങ്കിൽ എന്തുണ്ടാവും, കോയിഷനും ഉണ്ടാകും, അഡിഷനും ഉണ്ടാകും. അപ്പൊ കോയിഷൻ നമ്മൾ C എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടും അഡിസീവ് ഫോഴ്സ് നമ്മൾ CA എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ 3 ഫോഴ്സസിന്റെ കൂടെ ഈ 2 ഫോഴ്സും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പാരിസൺ ഓഫ് റാങ്കിൻസ് ആൻഡ് കൊളംബ് തിയറിയാണ്. ഇതൊരു 7 മാർക്കിന് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിങ്ങൾ ഒരു 7 പോയിന്റ്സ് പഠിച്ചു വെക്കുക. എന്തായാലും ഒരു 6 പോയിന്റ്സ് എങ്കിലും എഴുതണം. അപ്പം മാത്രമേ 7 മാർക്ക് കിട്ടുള്ളൂ. ഇപ്പം റാങ്കിൻസ് തിയറിയും കൊളംബ് തിയറിയും. റാങ്കിൻസ് തിയറി എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റിംഗ് സിമ്പിൾ എർത്ത് പ്രഷർ സെയിം ആണ്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് 1857-ലാണ്. കൊളംബ് എന്ന് പറയുന്നത് 1776 ആണ്. അപ്പൊ എന്തായിരിക്കും അത്, കൊളംബ് തിയറിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് റാങ്കിൻസ് തിയറിയിൽ നിന്ന് റിസോൾവ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ സോയിൽ ഈസ് കോയിഷൻലെസ്, നോ ക്ലേ കമ്പോണന്റ്. ഏകദേശം സെയിം ആണ്. അപ്പൊ നിങ്ങൾ വായിച്ചു നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിലുള്ളത്. ഓക്കെ, അപ്പൊ ഒരു 6 പോയിന്റോ ഒരു 7 പോയിന്റോ പഠിച്ചു വെക്കുക, എന്നിട്ട് നല്ല വൃത്തിയിൽ എഴുതുക. ഓക്കെ, പിന്നെ ഒരു ലാസ്റ്റ് പോയിന്റ് ഉണ്ട്, അതായത് ദ ആപ്ലിക്കേഷൻ ഓഫ് റാങ്കിൻ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് എർത്ത് പ്രഷർ തിയറി ആൻഡ് ഫിക്സ്ഡ് ഫെയിലിയർ പ്ലെയിൻ ഈസ് ഫേർവേർഡ് ബൈ ദി ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി ആഷ്ടോ. ആഷ്ടോ എന്ന് പറയുന്ന ഏജൻസിയാണ് റാങ്കിൻസ് തിയറി അപ്രൂവ് ചെയ്തിരിക്കുന്നത്. മറ്റേത് എന്താണ്, നാഷണൽ മേസൺറി കോൺക്രീറ്റ് അസോസിയേഷന്റെ കീഴിലാണ് നമ്മൾ കൊളംബ് തിയറി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പോർഷൻസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ ഫസ്റ്റ് മോഡ്യൂള് 2 പാർട്ടായിട്ട്. അപ്പൊ അത് നല്ല വൃത്തിക്ക് പഠിക്കുക. എന്തെങ്കിലും മനസ്സിലാവാത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.